ആ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗത്തോടുകൂടി പ്രവചനാലോചന ഉയർന്നു. ആ പ്രവചനാലോചന ഇതായിരുന്നു: ഈ വേദിയിലിരിക്കുന്ന ചില ദൈവഭൃത്യന്മാർക്കെതിരെ അനർത്ഥത്തിന്റെ കരങ്ങൾ ഉയരുന്നു. ശുശ്രൂഷയുടെ നാളുകൾ പൂർണ്ണമാകുന്നതിന് മുൻപ് ജീവിതത്തെ വെട്ടിമാറ്റത്തക്ക വിധത്തിലുള്ള അതിശക്തമായ ചില പോരാട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്നു. പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ അനർത്ഥത്തെ ദൈവം വഴിമാറ്റും. സ്തോത്രം. പ്രവചന നിയോഗങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കച്ചവടക്കാരായ കള്ള കമ്പനിക്കാരെ മാത്രമേ ഞാൻ എതിർക്കയുള്ളൂ. എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന വചനം വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇന്ന് രാത്രി പറയട്ടെ, ആ പ്രസംഗം കേട്ടുകൊണ്ട് ഞാൻ ആ വേദിയിൽ ദൈവാത്മാവിന്റെ നിയോഗങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഈ വേദിയിലിരിക്കുന്ന ദൈവദാസന്മാർ ചില മാസങ്ങൾക്കുള്ളിൽ അനർത്ഥത്താൽ ഈ ലോകത്തോട് വിട പറയപ്പെടുമെന്നോ? അല്പം അത്ഭുതപരതന്ത്രനായിട്ടാണ് കേട്ടത്. ദൈവം അനുവദിക്കുമോ ആ കാര്യം? എന്തായാലും വേണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രിയിൽ അത് സംസാരിച്ച ദൈവദാസനുമായി ഒരുമിച്ച് കുറെ നേരം പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായി. എന്തായാലും അനർത്ഥം തൊട്ടു മുൻപിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ചില മാസങ്ങൾക്കുള്ളിൽ, പരിമിതമായ ചില ദിവസങ്ങൾക്കുള്ളിൽ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ അന്ന് വേദിയിൽ എന്നോടൊപ്പം കേട്ടുകൊണ്ടിരുന്ന ഒരു കർത്തൃദാസൻ വാഹനം അതിവേഗം ഒരു പോസ്റ്റിലിടിച്ച് തല തകർന്ന് ലോകത്തോട് യാത്ര പറയുന്ന ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് അധികം താമസിക്കാതെ ഞാൻ സാക്ഷ്യം വഹിച്ചു. തീർന്നില്ല, രണ്ടാണല്ലോ പറഞ്ഞത്. അധികം താമസിക്കാതെ മറ്റൊരു ദൈവദാസൻ ഈ കോട്ടയം പാമ്പാടി റൂട്ടിലൂടെ വണ്ടി ഓടിച്ച് എറണാകുളത്ത് നിന്ന് വരുന്ന വരവിൽ, സ്തോത്രം, ഒരു അതേ പെട്രോൾ പമ്പിന്റെ മുൻപിൽ വെച്ച് ഉറങ്ങിപ്പോയി വാഹനവുമായി കൂട്ടിയിടിച്ച് ആ ചിതറിയ ബോഡിയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സാക്ഷ്യം വഹിക്കാൻ എനിക്കിടയായി.